ഡോക്ടർ ഗോപകുമാർ. മൂവാറ്റുപുഴ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പുതിയ ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യ പരിഗണന മൂവാറ്റുപുഴയ്ക്കായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4ഓളം ജില്ലകളുടെ ആവശ്യം പ്രാദേശികമായി വളരെ ശക്തവുമാണ്. അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിക്കും എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് കമ്മീഷൻ രൂപീകരണം ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു അനിവാര്യത കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ രാജ്യത്ത് 802 ജില്ലകളുണ്ടെന്നാണ് കണക്ക് വരുന്നത്. സംസ്ഥാനങ്ങൾക്ക് ജില്ലകൾ രൂപീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജില്ലകൾ ഉണ്ടാകും, സംശയമൊന്നുമില്ല. കാരണം ജനസംഖ്യാ വർധനവ് മാത്രമല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടനയായിട്ട് വരുന്നത്. രാജ്യത്തിൻ്റെ പൊതുവായൊരവസ്ഥ നോക്കുമ്പോൾ ഡെൻസിറ്റി ഒരു ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ എത്രത്തോളം സാധാരണക്കാർക്ക് ആക്സസബിളാണ് മേഖല. അപ്പോൾ കേരളത്തിൽ നമുക്ക് തോന്നത്തില്ല, പക്ഷേ മറ്റ് പല ജില്ലകൾ പല സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി തന്നെ വളരെ പ്രശ്നമാണ്. പഴയകാലത്ത് മധ്യപ്രദേശിലെ ഒരു ജില്ല തന്നെ കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണം ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറി കൂടുതൽ ചെറുതായിട്ട് വരികയാണ്. അത് വികേന്ദ്രീകരണത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ അത് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു യെസ് ഓർ നോ നമ്മൾ പൊടുന്നനവേ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രായോഗികത എത്ര എളുപ്പമാണ് എന്നുള്ളതിനെക്കുറിച്ചും കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഒന്ന്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരേണ്ടത് ആവശ്യമാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്ന ഒരു പശ്ചാത്തലം നമ്മളിപ്പോൾ നോക്കുമ്പോൾ സെൻസസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സെൻസസ് കമ്മീഷണറും സെൻസസ് ഡയറക്ടറും ഒക്കെ വളരെ വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സെൻസസ് കഴിയുന്നവരെ ഒരു കാരണവശാലും ജില്ലകൾ രൂപീകരിക്കാൻ പാടില്ല. കാരണം ഈ കണക്കുകളെല്ലാം തെറ്റും, അവരെടുത്തിരിക്കുന്ന രൂപവും ഭാവവും ഒക്കെ മാറും. അപ്പോൾ ചുരുക്കത്തിൽ ഡിസംബർ 31 സെൻസസിൻ്റെ കംപ്ലീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കുറഞ്ഞത് ഒരു കൊല്ലമോ അല്ലെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. 27 ജൂൺ വരെയെങ്കിലും അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ബൈ ദ ടൈം ഡീലിമിറ്റേഷൻ കമ്മീഷൻ വേണമെങ്കിൽ പഠിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോഴും പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിനകത്ത് സാമ്പത്തിക പരാധീനതകൾ വളരെയധികമുണ്ട്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അത് പറയുന്നുമുണ്ട്. ഗവൺമെൻറ് അക്കാര്യത്തിൽ ബോധ്യവാന്മാരാണ്. ഇപ്പോൾ 4 ജില്ലകളാണ് പുതിയതായിട്ട് വരുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ 4 കളക്ടർമാർ മാത്രമല്ല വരുന്നത്. അതിനോടൊപ്പമുള്ള വലിയൊരു ഉദ്യോഗസ്ഥ അകമ്പടി, പിന്നെ ഫിസിക്കലായിട്ടുള്ള ടെറൈൻ മാറ്റം. അപ്പോൾ താഴെ തട്ട് മുതൽ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരണം. ഒരുപക്ഷെ താലൂക്കുകൾ മാറില്ലായിരിക്കാം, പക്ഷേ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ മേഖലകളിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെമി അർബൻ ക്യാരക്ടറുള്ള പല ജില്ലകളുണ്ട്. ജനസംഖ്യ മാത്രമല്ല ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ചർച്ച പുരോഗമിക്കുമ്പോൾ ഞാൻ കൂടുതൽ അഭിപ്രായം പറയാം. പക്ഷേ ജനസംഖ്യാ വർധനവ് കേരളത്തിൽ അത്ര ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഭരണപരമായ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിഭജനം ആവശ്യപ്പെടുന്നത് മലപ്പുറത്തെ സംബന്ധിച്ചാണ്. അല്ല, അതൊരു വിവാദമായി ഇവിടെ നിൽക്കുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഭരണ സംവിധാനം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 9 ജില്ലയായിട്ട് കേരളം ഇരുന്ന സമയം 10 ജില്ലയായിരുന്നു, 14 ജില്ലയായി. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന പ്രവൃത്തികളല്ല കളക്ടർ ചെയ്യുന്നത്. അന്നത്തെ കാലത്തുള്ള റെഗുലേറ്ററി റവന്യൂ വർക്ക് മാത്രമല്ല, വികസനോന്മുഖമായ ഒരുപാട് ചുമതലകളുണ്ട്. പിന്നെ IT മേഖല വന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് ഗവൺമെൻറ് ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഗവേണൻസിൻ്റെ സാധ്യതകളും കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യതകൾ കൂടുമ്പോൾ ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിക്കും. ഇപ്പോൾ ലോക്കൽ ഗവേണൻസിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കണ്ടാൽ തീർച്ചയായിട്ടും കൂടുതൽ ജില്ലകൾ വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് എപ്പോൾ പ്രായോഗികമാക്കും, എങ്ങനെ പ്രായോഗികമാക്കും, ഇതിൻ്റെ സാമ്പത്തികം എങ്ങനെ നേരിടും? കാരണം ഇതിന് കൂടുതൽ ഗ്രാൻഡോ അതിൻ്റെ പേരിൽ കിട്ടാൻ ഉടനെ സാധ്യത ഗവൺമെൻറ്റിൽ നിന്നില്ല. ഒരു പക്ഷേ ഭാവിയിൽ പ്ലാനിങ് നീതി ആയോഗ് എടുക്കുന്ന തീരുമാനത്തിനകത്ത് ജില്ലകളുടെ പരിഗണനയ്ക്ക് ഗുണമുണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികം ഒരു വലിയൊരു പ്രശ്നമാണ്. അതെങ്ങനെ നേരിടുന്നുള്ളതും ഈ ചർച്ചയിൽ വരേണ്ടതാണ്. തീർച്ചയായും. കോൺഗ്രസ് പ്രതിനിധി രജനി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.